നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പനി ബാധിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു. നെതന്യാഹുവിന്റെ ഇന്നത്തെ പരിപാടികൾ ഇതുമൂലം മുഴുവൻ റദ്ദാക്കിയതായി ഇസ്രയേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെതന്യാഹുവിന്റെ സ്റ്റാഫ് അംഗങ്ങൾക്കും പനി ബാധിച്ചിരുന്നു. അതേസമയം ഗാസയിൽ പകർച്ചവ്യാധി പടരുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആശുപത്രികൾ തകർക്കുകയും ഇന്ധനക്ഷാമം രൂക്ഷമാവുകയും ചെയ്തതോടെ ചികിത്സിക്കാൻ സൗകര്യമില്ല. യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രയേൽ 364 ആരോഗ്യ പ്രവർത്തകരെ വധിക്കുകയും 269 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 185 ആരോഗ്യ കേന്ദ്രങ്ങളാണ് നശിപ്പിച്ചത്. 32 ആശുപത്രികളും 53 ആരോഗ്യ കേന്ദ്രങ്ങളും സേവനം നിർത്തി. 126 ആംബുലൻസുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ഷെല്ലാക്രമണത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെല്ലാണ് കൊല്ലപ്പെട്ടത്. ഗലീലി ഫിംഗറിൽ മോഷാവ് എന്ന സ്ഥലത്തായിരുന്നു ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 2 മലയാളികളടക്കം 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കാർഷിക മേഖലയിലെ ജീവനക്കാരനായിരുന്നു നിബിൻ മാക്സ്വെൽ. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അപ്രതീക്ഷിത യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം നിരവധി പേരാണ് ഇസ്രയേലിലും പലസ്തീനിലുമായി കൊല്ലപ്പെട്ടത്. 5ാം മാസത്തിലേക്ക് യുദ്ധം കടക്കുമ്പോഴും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് അറുതിയായിട്ടില്ല. അടിയന്തരമായി വെടിനിർത്തണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഇസ്രയേലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനിടെ ഗാസയിൽ 24 മണിക്കൂറിനിടെ 124 പേരെ കൂടി ഇസ്രയേൽ കൊലപ്പെടുത്തി. ആകെ മരണം ഇതോടെ 30,534 ഉയർന്നു. 71,920 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ സ്ത്രീകളും കുട്ടികളും മുൻ തടവുകാരും ഉൾപ്പെടെ 55 പേരെ കൂടി ഇസ്രയേൽ സേന പിടിച്ചുകൊണ്ടു പോയതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ പദ്ധതിയിട്ടതുപോലെ ഗാസ സിറ്റി ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ഒരു കോൺക്രീറ്റ് കൂനയായി കഴിഞ്ഞിട്ടുണ്ട്. ഗാസയിലെ ശേഷിച്ച താമസക്കാരിൽ ഭൂരിഭാഗവും നാടുവിട്ടു. കെട്ടിടങ്ങളും മറ്റും നശിച്ചു വീണിട്ടും ഗാസൻ ജനത ഇവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇസ്രയേലിന്റെ മുന്നും പിന്നും നോക്കാതെയുള്ള യുദ്ധത്തിൽ വിമർശനങ്ങളും ഉയർന്നത് ഇങ്ങനെയാണ്. ഇതിനേക്കാൾ ഗുരുതരമാണ് ഗാസയിലെ ജനങ്ങൾ മുഴുപട്ടിണിയിലാണെന്ന കാര്യം. UN എത്തിക്കുന്ന സഹായ വസ്തുക്കൾ ഗാസയിലെ 10-1 പേർക്ക് പോലും തികയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സഹായ വാഹനങ്ങൾ എത്തുമ്പോൾ വലിയ തിരക്കും ഉണ്ടാവുന്നത്. തിങ്കളാഴ്ചയും ഗാസയിലേക്ക് സഹായ വസ്തുക്കളുമായി എത്തിയ വാഹനത്തിനുമേൽ ഇസ്രയേൽ ബോംബ് ആക്രമണം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.